ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഭാഗമായി ഇപ്പോൾ ലോകത്ത് പലരും പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണ് വരാൻ പോകുന്ന ഇംഗ്ലണ്ട് അർജൻറ്റീന പോരാട്ടവും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തീരാപകയുടെ ചരിത്രവും. ഇത്തരമൊരു കഥയ്ക്ക് കാരണമാകുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഫാക്ലാൻഡ് ദ്വീപുകൾക്കായി അർജൻറ്റീനയും ഇംഗ്ലണ്ടും പരസ്പരം യുദ്ധം ചെയ്തതോടുകൂടിയാണ്. ആധുനിക ചരിത്രത്തിലെ വലിയ യുദ്ധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഫാക്ലാൻഡ് യുദ്ധത്തിൻ്റെ ചരിത്രകഥ നമുക്കിവിടെ പരിചയപ്പെടാം. നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുന്നേ പല യൂറോപ്യൻ രാജ്യങ്ങളും സാമ്രാജ്യത്വ മോഹങ്ങളുമായി ലോകത്തിൻ്റെ പല മേഖലകളിലേക്കും എത്തിച്ചേരുകയും സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ഉണ്ടായി. യൂറോപ്യന്മാർ സഞ്ചരിച്ചതിൽ നിർണായകമായ ഒരു മേഖലയായിരുന്നു സൗത്ത് അമേരിക്കൻ പ്രദേശങ്ങൾ എന്നത്. സൗത്ത് അമേരിക്കയ്ക്ക് സമീപമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്വാഭാവികമായ രീതിയിൽ പൊതുവെ ജനവാസമൊന്നുമില്ലാതിരുന്ന മൂടൽമഞ്ഞും കാറ്റുമൊക്കെയായി നിലനിൽക്കുന്ന ഒരു ദ്വീപ സമൂഹമായിരുന്നു ഫാക്ലാൻഡ് ഐലൻഡ്സ് എന്നത്. ജനവാസമില്ലാതിരുന്ന ഈ മേഖലയിലേക്ക് 1690 ബ്രിട്ടീഷ് നാവികനായ ക്യാപ്റ്റൻ ജോൺ സ്ട്രോങ് എത്തുകയും തൻ്റെ വെൽഫെയർ എന്ന കപ്പലിൽ ഈ ദ്വീപുകൾക്കിടയിലൂടെയുള്ള ജലപാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. അഥവാ പുതിയൊരു വഴി തന്നെ ജോൺ സ്ട്രോങ് അന്ന് കണ്ടുപിടിച്ചു. ബ്രിട്ടനിലെ നാവിക കാര്യാലയത്തിൻ്റെ തലവനായിരുന്ന ഫാക്ലാൻഡ് പ്രഭുവിൻ്റെ ഓർമ്മയ്ക്കായി ഈ ജലപാതയ്ക്ക് ഫാക്ലാൻഡ് സൗണ്ട് എന്ന് പേരുമിട്ടു. പിന്നീടിത് ദ്വീപിനാകെയുള്ള പേരായി മാറുകയും ചെയ്തു എന്നതാണ് ഈ ദ്വീപിൻ്റെ ആദ്യകാല ചരിത്രം. ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ ഈ ദ്വീപ് മേഖല കണ്ടെത്തിയെങ്കിലും അവരവിടെ താമസിക്കുകയോ അവകാശമുന്നയിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 1764 ഫ്രഞ്ച് നാവികനായ ലൂയിസ് ആൻറ്റോയിൻ ഡി ബോഗൻവില്ല കിഴക്കൻ ഫാക്ലാൻഡ് മേഖലയിലെത്തുകയും അവിടെ പോർട്ട് ലൂയിസ് എന്ന നിലയിൽ ഒരു ജനവാസ കേന്ദ്രം സൃഷ്ടിക്കുകയും ചെയ്തു. ഫ്രാൻസിലെ സെയിൻറ്റ് മാലോ എന്ന തുറമുഖ നഗരത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഈ ദ്വീപുകൾക്ക് അവർ പേരിട്ടത് ലെസ് മാൽവിനസ് എന്നാണ്. ഇതാണ് പിന്നീട് അർജന്റീനൻ ജനതയൊക്കെ ഉപയോഗിക്കുന്ന സ്പാനിഷ് ഭാഷയിൽ ലാസ് മാൽവിനാസ് ആയി മാറുന്നത്. ഏതായാലും ജനവാസ കേന്ദ്രം ആരംഭിച്ചതോടെ ഫാക്ലാൻഡ് ഐലൻഡിലെ യുദ്ധങ്ങൾക്കും തുടക്കമാവുകയാണ്. ഫ്രഞ്ചുകാരുടെ ഇത്തരം ഒരു നടപടിയിൽ ആ കാലത്തെ ശക്തരായ സ്പെയിൻ പ്രകോപിതരാവുകയുണ്ടായി. അന്നത്തെ അന്താരാഷ്ട്ര കരാറുകൾ അനുസരിച്ച് ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡവും അതിനടുത്തുള്ള കടലുകളുമൊക്കെ തങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു എന്നതാണ് സ്പെയിനിൻ്റെ വാദമുഖം. അങ്ങനെ ഫ്രാൻസിനോട് ഫാക്ലാൻഡ് മേഖലയിൽ നിന്ന് ഒഴിയാൻ സ്പെയിൻ ആവശ്യപ്പെട്ടു. യുദ്ധത്തിന് താല്പര്യമില്ലാതിരുന്ന ഫ്രഞ്ച് പണം വാങ്ങി ദ്വീപ് സ്പെയിനിന് കൈമാറുകയും ചെയ്തു. അങ്ങനെ സ്പെയിനിൻ്റെ കയ്യിലായ ദ്വീപിന് പോർട്ട് സോളിഡാഡ് എന്ന് പേരും വന്നു. എന്നാൽ രസകരമായ ചരിത്രമായി ഇതേ സമയം തന്നെ ഫാക്ലാൻഡ് ദ്വീപിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ ബ്രിട്ടൻ്റെ ക്യാപ്റ്റൻ ജോൺ ബൈറൻ രഹസ്യമായി കപ്പലിറങ്ങുകയും അവിടെ പോർട്ട് എഗ്മണ്ട് എന്ന നിലയിൽ ഒരു താവളം സ്ഥാപിക്കുകയും ബ്രിട്ടീഷ് മണ്ണാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഫ്രഞ്ചുകാർ പിന്നീട് സ്പെയിനും ഈ സംഭവം ആ കാലത്ത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ 1769 സ്പാനിഷ് കപ്പലുകൾ ബ്രിട്ടീഷ് താവളം കണ്ടെത്തുകയും അവിടെ ഒരു തർക്കമുണ്ടാവുകയും അത് പിന്നീട് രൂക്ഷമാകുകയും ചെയ്തു. അങ്ങനെ 1770 സ്പെയിൻ 5 യുദ്ധക്കപ്പലുകളിലായി സൈന്യത്തെ അയക്കുകയും പോർട്ട് എഗ്മണ്ടിലെ ബ്രിട്ടീഷുകാരെ കീഴടക്കുകയും ചെയ്തു. എന്നാൽ ഇത് യൂറോപ്പിലൊക്കെ വലിയ പ്രശ്നമായി മാറി. സൈനികരെ അപമാനിച്ച സ്പെയിനെതിരെ യുദ്ധം ചെയ്യാൻ ബ്രിട്ടൻ ഒരുങ്ങി. ഫ്രാൻസിൻ്റെയൊക്കെ പിന്തുണ പ്രതീക്ഷിച്ചിരുന്ന സ്പെയിന് അത് ലഭിക്കാതായതോടെ ഒരു ഒത്തുതീർപ്പിലേക്ക് വരികയും 1771 പോർട്ട് എഗ്മണ്ട് ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് സാമ്പത്തിക ബാധ്യതകളൊക്കെ കാരണം 1774 തന്നെ ബ്രിട്ടൻ അവിടെ നിന്ന് സ്വയം പിൻവാങ്ങി. എങ്കിലും ഈ ദ്വീപ് ബ്രിട്ടനിലെ ജോർജ് മൂന്നാമൻ രാജാവിൻ്റേത് എന്ന നിലയിൽ ഒരു ഫലകം അവിടെ ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. 1811 ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് സ്പെയിനും ഫാക്ലാൻഡ് പ്രദേശം ഉപേക്ഷിച്ചു പോയി. അതോടെ ആരുമില്ലാത്ത അവസ്ഥയിൽ ദ്വീപ് വീണ്ടും എത്തി. കടൽ കൊള്ളക്കാരുടെയും മറ്റുമൊക്കെ താവളമായി ഇത് മാറി. ഇതിനിടയിൽ 1816 സ്പെയിനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് അർജന്റീന എന്ന പുതിയ രാജ്യം നിലവിൽ വരികയാണ്. സ്പാനിഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന എല്ലാ പ്രദേശങ്ങളും തങ്ങളുടേതാണെന്ന രീതിയിൽ അർജന്റീന അവകാശം ഉന്നയിക്കുകയും ചെയ്തു. അപ്രകാരം സ്പെയിൻ ഭരിച്ചിരുന്ന മാൽവിനാസ് അഥവാ ഫാക്ലാൻഡ് ദ്വീപും തങ്ങളുടേതാണെന്ന നിലയിൽ അർജന്റീന വാദിക്കുകയും 1829
ലൂയിസ് വെർണറ്റ് എന്ന ഉദ്യോഗസ്ഥനെ ദ്വീപിൻ്റെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു. അപ്രകാരം വെർണറ്റ് ഫാക്ലാൻഡ് ദ്വീപിൽ ശക്തമായ ഭരണം കാഴ്ചവെക്കാൻ ആരംഭിച്ചു. ഈ സമയം അനുവാദമില്ലാതെ സീലുകളെയും തിമിംഗലങ്ങളെയും ഒക്കെ വേട്ടയാടിയ അമേരിക്കൻ കപ്പലുകൾ അദ്ദേഹം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതോടെ അമേരിക്കയ്ക്ക് ഇതിനോട് വിരോധമുണ്ടാവുകയും 1831 അമേരിക്കൻ യുദ്ധക്കപ്പലായ USS ലെക്സിംഗ്ടൺ ഫാക്ലാൻഡിലെത്തുകയും അർജന്റീനയുടെ താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. അപ്രകാരം ദ്വീപ് വീണ്ടും ഒരു അനാഥമെന്ന പോലെയായി മാറി. ഇത്തരമൊരു അവസരത്തിലാണ് ബ്രിട്ടൻ വീണ്ടും ഫാക്ലാൻഡിലെത്തുന്നത്. 1833 ജനുവരി 3 ബ്രിട്ടൻ്റെ HMS സിലോ എന്ന യുദ്ധക്കപ്പൽ ഇവിടെ എത്തുകയും അവിടെ ബാക്കിയുണ്ടായിരുന്ന അർജന്റീനൻ സൈനികരോടൊക്കെ ദ്വീപ് തന്നെ ഒഴിഞ്ഞു പോവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എല്ലാ രീതിയിലും ശക്തിയിൽ പിറകിലായിരുന്ന അർജന്റീന അവിടെ നിന്ന് പിൻവാങ്ങി. അങ്ങനെ ഫാക്ലാൻഡ് ദ്വീപുകൾ ബ്രിട്ടൻ്റെ കൈകളിലേക്കെത്തി. ഫാക്ലാൻഡിനെ ഔദ്യോഗിക കോളനിയായി പ്രഖ്യാപിച്ച ബ്രിട്ടൻ ഈ മേഖലയിലേക്ക് തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയുണ്ടായി. ആടുകളെ വളർത്താൻ അനുയോജ്യമായ ഭൂമി ആയിരുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ നിന്നും സ്കോട്ട്ലാൻഡിൽ നിന്നുമൊക്കെ കർഷകർ കുടുംബസമേതം തന്നെ ദ്വീപിലേക്ക് കുടിയേറി പാർത്തുകൊണ്ടിരുന്നു. ഫാക്ലാൻഡ് ഐലൻഡ്സ് കമ്പനി ഒക്കെ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങളിൽ നിന്ന് ബ്രിട്ടൻ ബലം പ്രയോഗിച്ച് ഈ ദ്വീപ് തട്ടിയെടുത്തതാണെന്ന തോന്നൽ അർജന്റീനയിലും ശക്തമായിരുന്നു. ഓരോ വർഷവും അവർ ബ്രിട്ടന് ഔദ്യോഗികമായി തന്നെ പ്രതിഷേധക്കുറിപ്പ് അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ സമയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞ് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലുമൊക്കെ ബ്രിട്ടീഷ് നാവികസേനയ്ക്ക് കപ്പലുകളിൽ കൽക്കരി നിറയ്ക്കാനും വിശ്രമിക്കാനുമൊക്കെയുള്ള ഒരു തന്ത്രപ്രധാന താവളമായി ഇവിടം ഉപയോഗിച്ചിരുന്നു. ഏതായാലും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകക്രമം മാറിമറിഞ്ഞു. കോളനിവൽക്കരണം അവസാനിപ്പിക്കേണ്ട നയത്തിന് ശക്തി വർദ്ധിച്ചു. അതോടെ അർജന്റീനയും ഫാക്ലാൻഡിന് വേണ്ടി പല നടപടികൾ എടുക്കാൻ ആരംഭിച്ചു. 1965 കാലത്ത് ഇരുകൂട്ടരും ചർച്ച നടത്തേണ്ടതായ ഒരു അവസ്ഥയുമൊക്കെ വന്നിരുന്നു. അത്രയും ദൂരത്തിലുള്ള ഒരു ദ്വീപ് സംരക്ഷിക്കുക എന്നത് സാമ്പത്തിക ബാധ്യതയായി ഈ സമയം ബ്രിട്ടന് തോന്നുകയും അർജന്റീനയുമായി ഒരു സമാധാന ഒത്തുതീർപ്പിലെത്താൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫാക്ലാൻഡ് ദ്വീപിൽ ജീവിക്കുന്ന ജനങ്ങൾ ഇതിനെ വലിയ തോതിൽ എതിർക്കുകയും നടപടി അതോടെ നീണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അർജന്റീന അടുത്ത തന്ത്രം ആരംഭിച്ചു. ദ്വീപ് ജനതയെ കയ്യിലെടുക്കാനായി പാചകവാതകം, മരുന്നുകൾ, വിദ്യാഭ്യാസം തുടങ്ങി പലതും സൗജന്യമായി നൽകാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുമൊക്കെ വലിയ നടപടികളെടുത്തു. അപ്രകാരം പതിയെ പതിയെ ദ്വീപിനെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന നയത്തിൽ അർജന്റീന നിലകൊണ്ടു. എന്നാൽ അധികം താമസിയാതെ അർജന്റീനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. 1976 അർജന്റീനയിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് സൈന്യം ഭരണം പിടിച്ചെടുത്തു. ജനറൽമാരുടെ കൂട്ടായ്മയായ ഒരു മിലിറ്ററി ജുണ്ടയാണ് ആ രാജ്യം ഭരിച്ചത്. തങ്ങളെ എതിർത്ത ആയിരക്കണക്കിന് മനുഷ്യരെ അഥവാ സ്വന്തം പൗരന്മാരെ പോലും വധിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ അർജന്റീനയിൽ ഉണ്ടായി. 1981 ആയപ്പോഴേക്ക് അർജന്റീനയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ വന്നു ചേർന്നു. അതോടെ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി. 1981 ഡിസംബറിൽ ഭരണം കൈക്കലാക്കിയ ജനറൽ ലിയോപോൾഡോ ഗാൽറ്റിയേരിക്ക് താൻ അധികാരത്തിൽ തുടരണമെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണമെന്ന് മനസ്സിലായി. അതിനായി അദ്ദേഹം കണ്ടെത്തിയ വൈകാരിക വിഷയമായിരുന്നു ഫാക്ലാൻഡ് ദ്വീപ് എന്നത്. അതോടെ മാൽവിനാസിൻ്റെ മോചനം അഥവാ ഫാക്ലാൻഡ് ദ്വീപുകൾ പിടിച്ചെടുത്താൽ അർജന്റീനിയൻ ജനതയുടെ സ്വപ്നം വിജയിച്ചതുപോലെയാവുമെന്നും തനിക്ക് അധികാരത്തിൽ തുടരാമെന്നും അദ്ദേഹം കണക്കുകൂട്ടി. അപ്രകാരം അതീവ രഹസ്യമായി ഒരു സൈനിക നീക്കം തന്നെ അവിടെ ആസൂത്രണവും ചെയ്തു. അതായിരുന്നു ഓപ്പറേഷൻ റൊസാരിയോ എന്നത്. എന്നാൽ യുദ്ധത്തിൻ്റെ തുടക്കത്തിന് കാരണമാവുന്നത് ഫാക്ലാൻഡിന് കിഴക്കുള്ള വിജനമായ സൗത്ത് ജോർജിയ ദ്വീപിലെ ചില സംഭവങ്ങളാണ്. അത് ഇപ്രകാരമാണ്. 1982 മാർച്ചിൽ കോൺസ്റ്റന്റിനോ ഡെവിഡോഫ് എന്ന അർജന്റീനക്കാരനായ ഒരാൾ ഈ മേഖലയിലെ പഴയ ചില കെട്ടിടങ്ങളുടെ ഇരുമ്പ് അവശിഷ്ടങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടി ഒരു കരാർ ഒപ്പിട്ടിരുന്നു. അപ്രകാരം മാർച്ച് 19 അർജന്റീനൻ നാവികസേനയുടെ കപ്പലിൽ ഒരു കൂട്ടം അർജന്റീനൻ തൊഴിലാളികൾ ഈ ദ്വീപിൽ വന്നിറങ്ങി. എന്നാൽ ഇവർ ഇവിടെ അർജന്റീനയുടെ ദേശീയ പതാക തന്നെ ഉയർത്തുകയും അവരുടെ ഗീതമൊക്കെ ആലപിക്കുകയും ചെയ്തു. ഇതിനടുത്തായി തന്നെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് നിരീക്ഷണ കേന്ദ്രത്തിലെ സംഘം ഇത് കാണുകയും ലണ്ടനിലേക്ക് ഈ വിവരം അറിയിക്കുകയും ചെയ്തു.
തങ്ങളുടെ അനുവാദമില്ലാതെ പതാക ഉയർത്തിയത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കണ്ട ബ്രിട്ടൻ അവിടെ എത്തിയ തൊഴിലാളികളെ ഒഴിപ്പിക്കാനായി തങ്ങളുടെ കപ്പലായ HMS എൻഡുറൻസിനെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. തങ്ങളുടെ ആൾക്കാരെ തൊട്ടാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് അർജന്റീനൻ യുദ്ധക്കപ്പലുകളും ഈ മേഖലയിൽ നിലയുറപ്പിച്ചു. എന്നാൽ രഹസ്യമായി സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പദ്ധതിക്ക് ബ്രിട്ടീഷ് കപ്പലുകൾ വരുന്നത് വലിയ ആശങ്കകൾ സമ്മാനിക്കുകയാണ്. അതോടെ അതിവേഗം ഫാക്ലാൻഡ് ആക്രമിച്ച് കീഴടക്കാൻ സൈന്യത്തിന് അടിയന്തര ഉത്തരവ് നൽകുകയുമാണ്. അങ്ങനെ 1982 ഏപ്രിൽ 2 പുലർച്ചെ ഫാക്ലാൻഡ് ദ്വീപിലെ തലസ്ഥാനവും നിർണായക ഇടവുമൊക്കെയായ സ്റ്റാൻലിയിലേക്ക് അർജന്റീനൻ സൈന്യം വന്നിറങ്ങുകയുണ്ടായി. എന്നാൽ ആ സമയം ദ്വീപിൻ്റെ പ്രതിരോധത്തിനായി അവിടെയാകെ ഉണ്ടായിരുന്നത് 68 റോയൽ മറീനുകളും കുറച്ച് തദ്ദേശീയ ജനതയും മാത്രമായിരുന്നു. അതിവേഗം ഈ മേഖലയിലേക്ക് അർജന്റീന ആക്രമണം നടത്തുകയും ആയിരക്കണക്കിന് അർജന്റീനൻ സൈനികർ ദ്വീപ് തന്നെ വളയുകയും ചെയ്തു. ബ്രിട്ടീഷ് ഗവർണറായിരുന്ന റെക്സ് ഹണ്ട് കുറേ സമയം പ്രതിരോധത്തിനൊക്കെ നേതൃത്വം നൽകി. എന്നാൽ പിന്നീട് കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായി ആയുധം വെച്ച് കീഴടങ്ങാമെന്ന നിലപാടെടുത്തു. അപ്രകാരം അർജന്റീനൻ സൈന്യം ബ്രിട്ടീഷ് മറീനുകളെ തടവുകാരാക്കി നിലത്തിട്ട് അവരുടെ പതാക ഉയർത്തുകയുണ്ടായി. അത്തരത്തിലുള്ള ചിത്രങ്ങൾ പിറ്റേന്ന് ലോക മാധ്യമങ്ങളിൽ വന്നതോടെ ബ്രിട്ടൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റെന്ന നിലയിൽ അടിയന്തര പാർലമെൻറ്റ് ചേരുകയുണ്ടായി. എന്നാൽ പ്രധാനമന്ത്രിയായിരുന്ന മാർഗരറ്റ് താച്ചർ അതിവേഗം അവിടെ എത്തുകയും നമ്മുടെ പൗരന്മാർ അധിനിവേശത്തിന് കീഴിലാണെന്നും അവരെ ഉടൻ മോചിപ്പിക്കുമെന്നും പ്രഖ്യാപിക്കുകയാണുണ്ടായത്. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ, അതായത് ഏപ്രിൽ 5 തന്നെ ഒരുപക്ഷെ ഏറ്റവും വേഗമേറിയ സൈനിക സന്നാഹത്തോടെ ബ്രിട്ടീഷ് നാവികസേനയുടെ ടാസ്ക് ഫോഴ്സ് ഫാക്ലാൻഡിലേക്ക് പുറപ്പെട്ടു. എയർക്രാഫ്റ്റ് കാരിയറുകളായ HMS ഹെർമെസ്, HMS ഇൻവിൻസിബിൾ എന്നിവയുടെ നേതൃത്വത്തിൽ 100-ലധികം കപ്പലുകളും 25,000-ഓളം സൈനികരുമാണ് അന്നേ നാൾ 13,000-ഓളം കിലോമീറ്റർ ദൂരെയുള്ള യുദ്ധഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. ഈ സമയം അമേരിക്കയുടെയൊക്കെ നേതൃത്വത്തിൽ യുദ്ധം ഒഴിവാക്കാൻ തീവ്രമായ ചർച്ചകൾ നടന്നെങ്കിലും ദ്വീപ് വിട്ടുപോവാൻ അർജന്റീനയോ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ബ്രിട്ടനോ തയ്യാറായില്ല. മെയ് 1 ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ ബോംബർ വിമാനങ്ങൾ സ്റ്റാൻലി എയർഫീൽഡിൽ ബോംബുകൾ വർഷിച്ചതോടെ നയതന്ത്രം അവസാനിക്കുകയും യുദ്ധവഴികൾ തുറക്കുകയും ചെയ്തു. ഇതിനിടയിൽ മെയ് 2 ബ്രിട്ടീഷ് ന്യൂക്ലിയർ സബ്മറൈനായ HMS കോൺക്കറർ ഫാക്ലാൻഡിന് കുറച്ചകലെ കാത്തുനിന്നിരുന്ന അർജന്റീനൻ ക്രൂയിസർ കപ്പലായ ARA ജനറൽ ബെൽഗ്രാനോയെ കണ്ടെത്തുകയുണ്ടായി. കപ്പൽ യുദ്ധമേഖലയ്ക്കൊക്കെ പുറത്തായിരുന്നെങ്കിലും തങ്ങളുടെ ടാസ്ക് ഫോഴ്സിന് അതൊരു ഭീഷണിയാണെന്ന് തോന്നിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ അതിനെ തകർക്കാൻ തന്നെ ഉത്തരവിട്ടു. അങ്ങനെ HMS കോൺക്കറർ 2 ടോർപിഡോകൾ തൊടുക്കുകയും ബെൽഗ്രാനോയെ തകർക്കുകയും ചെയ്തു. വെറും 45 മിനിറ്റ് കൊണ്ട് തന്നെ കപ്പൽ മുങ്ങിത്താഴുകയും 323 അർജന്റീനൻ നാവികർ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ അറ്റ്ലാന്റിക് ഒരു ചോരക്കടലായി മാറി. അങ്ങനെ അർജന്റീന അതോടെ പ്രതികാര നടപടികളിലേക്കും കടന്നു. മെയ് 4 അർജന്റീനൻ യുദ്ധവിമാനങ്ങൾ പറന്നുയരുകയും ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായിരുന്ന HMS ഷെഫീൽഡിനെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ കപ്പൽ പൂർണ്ണമായി തകരുകയും 20 ബ്രിട്ടീഷ് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ കടലിൽ പോരാട്ടം നടന്നെങ്കിലും ഫാക്ലാൻഡ് പിടിച്ചെടുക്കാൻ സൈന്യത്തിന് കരയുദ്ധം ആവശ്യമാണല്ലോ. മലനിരകളൊക്കെ നിറഞ്ഞ ഫാക്ലാൻഡിൻ്റെ പല മേഖലകളും അർജന്റീന സദാസമയം നിരീക്ഷിച്ചും കൊണ്ടിരുന്നു. എങ്കിലും മെയ് 21 രാത്രിയിൽ സാൻ കാർലോസ് ഉൾക്കടലിലൂടെ ബ്രിട്ടീഷ് പാരാട്രൂപ്പേഴ്സും റോയൽ മറൈനുകളുമൊക്കെ രഹസ്യമായി തീരത്ത് വന്നിറങ്ങുകയുണ്ടായി. അപ്രകാരം അടുത്ത 3 ആഴ്ചകൾ കടുത്ത പോരാട്ടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പതിയെ അർജന്റീനൻ പ്രതിരോധത്തെ തകർത്ത് ബ്രിട്ടീഷ് പട മുന്നേറി. എണ്ണത്തിൽ കുറവായിരുന്നിട്ടും ബ്രിട്ടീഷ് പട അർജന്റീനൻ താവളങ്ങൾ തകർക്കുകയും തലസ്ഥാനമായ പോർട്ട് സ്റ്റാൻലി ലക്ഷ്യമാക്കി മുന്നേറുകയും ചെയ്തു. സ്റ്റാൻലി മേഖലയ്ക്ക് ചുറ്റുമുള്ള മലനിരകളിൽ വലിയ തോതിൽ സംഘട്ടനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. എങ്കിലും ജൂൺ 13 മലനിരകൾ കീഴടക്കിയ ബ്രിട്ടീഷ് സൈന്യം സ്റ്റാൻലി നഗരത്തിലെ അർജന്റീനൻ പോസ്റ്റുകളെ തകർക്കാനായി നിരന്തരം ബോംബുകൾ വർഷിച്ചു. അർജന്റീനയ്ക്ക് തിരിച്ചടികളുടെ സാധ്യതകൾ കുറഞ്ഞു തുടങ്ങി. ഇനിയും മുന്നോട്ട് പോയാൽ സ്വന്തം സൈനികർക്ക് കൂട്ടക്കൊല സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ അർജന്റീനൻ കമാൻഡർ ജനറൽ മാരിയോ മെൻഡസ് ജൂൺ 14 രാത്രി ബ്രിട്ടീഷ് മേധാവി മേജർ ജനറൽ ജെറമി മൂറിന് മുന്നിൽ കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവെച്ചു. അപ്രകാരം 74 ദിവസം നീണ്ടുനിന്ന ആധുനിക കാലത്തെ വലിയൊരു യുദ്ധം അവസാനിക്കുകയാണ്. തടവുകാരാക്കപ്പെട്ട 11,000-ഓളം വരുന്ന അർജന്റീനൻ സൈനികരെ ബ്രിട്ടൻ കപ്പലുകളിൽ അർജന്റീനയിലേക്ക് തന്നെ തിരിച്ചയച്ചു.
യുദ്ധത്തിൽ ബ്രിട്ടന് 255 സൈനികരെയും 3 ഫാക്ലാൻഡ് നിവാസികളെയും 6 യുദ്ധക്കപ്പലുകളെയും 34 വിമാനങ്ങളും നഷ്ടപ്പെട്ടതായാണ് കണക്ക്. അർജന്റീനയ്ക്ക് ഒരു യുദ്ധക്കപ്പൽ, ഒരു സബ്മറൈൻ, 100-ലധികം വിമാനങ്ങളും ഒപ്പം 649 സൈനികരെയും നഷ്ടപ്പെടുകയുണ്ടായതായി പറയുന്നു. യുദ്ധം തോറ്റ വാർത്തയറിഞ്ഞ അർജന്റീനൻ ജനത പ്രകോപിതരാവുകയും പ്രസിഡന്റിൻ്റെ വസതിയിലടക്കം ഇരച്ചു കയറുകയും ഒക്കെ ചെയ്തു. ഏതായാലും ദിവസങ്ങൾക്കകം ജനറൽ ഗാൽറ്റിയേരിക്ക് അധികാരം തന്നെ വിട്ട് ഒഴിയേണ്ടിയും വന്നു. അപ്രകാരം ഫാക്ലാൻഡ് വാർ അർജന്റീനയിലെ ക്രൂരമായ സൈനിക ഭരണകൂടത്തിൻ്റെ തന്നെ അന്ത്യം കുറിക്കുകയും ജനാധിപത്യത്തിന് തുടക്കമിടുകയും ചെയ്തു. നേരെ തിരിച്ച് ബ്രിട്ടനിൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയ മാർഗരറ്റ് താച്ചർ ജനപ്രീതി വർദ്ധിപ്പിക്കുകയും 1983 വീണ്ടും വിജയിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഇനിയൊരു അർജന്റീനൻ അധിനിവേശമില്ലാതിരിക്കാനായി ബ്രിട്ടൻ അവിടെ മൗണ്ട് പ്ലസന്റ് എന്ന പേരിൽ വലിയൊരു സൈനിക വിമാനത്താവളവും സൃഷ്ടിക്കുകയുണ്ടായി. അവിടെ എപ്പോഴും വലിയൊരു സൈനിക പ്രസൻസും ഉണ്ടാവുന്നുണ്ട്. എങ്കിലും അർജന്റീന തങ്ങളുടെ അവകാശവാദമൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. ഭരണഘടനയിൽ പോലും മാൽവിനാസ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്ന രീതിയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം ഇതിനെപ്പറ്റി സംസാരിക്കാറുമുണ്ട്. 2013 ഫാക്ലാൻഡിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ ഒരു ഹിതപരിശോധനയും നടക്കുന്നുണ്ട്. ബ്രിട്ടൻ്റെ ഭാഗമായി തുടരണോ അർജന്റീനയുടെ ഭാഗമാകണോ എന്ന നിലയിൽ. എന്നാൽ ഫലം വന്നപ്പോൾ 99% പേരും ബ്രിട്ടീഷ് പൗരന്മാരായി തുടരാനാണ് താൽപ്പര്യമെന്ന നിലയിലാണ് പറഞ്ഞത്. എങ്കിലും ഇവിടെ താമസിക്കുന്നത് ബ്രിട്ടൻ കൊണ്ടുവന്നവരാണെന്നും യഥാർത്ഥ മണ്ണ് തങ്ങളുടേതാണെന്നും അർജന്റീന ഇന്നും വാദിക്കുന്നു. സൈനിക വഴിയിലെ നടപടികളുടെയൊക്കെ സാധ്യതകൾ ഇനി വിരളമാണെങ്കിലും ഡിപ്ലോമാറ്റിക് വഴികളിലും മറ്റും അർജന്റീനയുടെ ലക്ഷ്യങ്ങളിൽ ഫാക്ലാൻഡ് ദ്വീപ് ഉണ്ടെന്ന് പറയാം. ഫാക്ലാൻഡ് യുദ്ധത്തിനപ്പുറം 4 വർഷം കഴിഞ്ഞപ്പോൾ ലോകം കണ്ട വലിയൊരു ഫുട്ബോൾ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് അർജന്റീന ടീമുകൾ വീണ്ടും ഏറ്റുമുട്ടുന്നുണ്ട്. 1986 മെക്സിക്കോയിൽ വെച്ച് നടന്ന ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിലായിരുന്നു ലോകം കാത്തിരുന്ന ആ പോരാട്ടം വന്നത്. അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ. യുദ്ധം കഴിഞ്ഞ് വെറും 4 വർഷമേ ആയിട്ടുള്ളൂ എന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും കളിക്കാർക്കും അതൊരു വെറും ഫുട്ബോൾ മത്സരം മാത്രമായിരുന്നില്ല എന്നും പറയാം. തോക്കുകളില്ലാത്ത യുദ്ധമെന്ന രീതിയിലൊക്കെ പല വിശേഷണങ്ങളും നമുക്കവിടെ കാണാം. അന്ന് അർജന്റീനയെ നയിച്ചിരുന്നത് സാക്ഷാൽ ഡീഗോ മറഡോണയുമായിരുന്നല്ലോ. ഈ മത്സരത്തിൽ അർജന്റീനയുടേതായി എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന 2 ഗോളുകളും പിറക്കുന്നുണ്ട്. ആദ്യത്തേത് ദൈവത്തിൻ്റെ കൈ എന്ന വിശേഷണമുള്ള അഥവാ ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഗോൾ. 51-ാം മിനിറ്റിൽ ഇംഗ്ലീഷ് ഗോൾ കീപ്പറായിരുന്ന പീറ്റർ ഷിൽട്ടനെ മറികടന്ന് മറഡോണ തൻ്റെ കൈ കൊണ്ട് പന്ത് തട്ടി വലയ്ക്കുള്ളിലാക്കി. റഫറി അത് കണ്ടില്ല, ഗോളും അനുവദിച്ചു. പിന്നാലെ സ്വന്തം പകുതിയിൽ നിന്ന് കുതിച്ച് 5 ഇംഗ്ലീഷ് ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറെയും ഒക്കെ ഡ്രിബിൾ ചെയ്ത് മറഡോണ 2ാമത്തെ ഗോളും നേടുകയുണ്ടായി. ഇത് നൂറ്റാണ്ടിൻ്റെ ഗോൾ അഥവാ ഗോൾ ഓഫ് ദ സെഞ്ചുറി എന്നും അറിയപ്പെടുന്നു. ഏതായാലും ആ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അർജന്റീന 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുകയും സെമി ഫൈനലിലേക്ക് മുന്നേറുകയും പിന്നീട് ലോകകപ്പ് കിരീടം തന്നെ നേടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് മറഡോണ തൻ്റെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. ഈ മത്സരത്തിന് മുന്നേ ഏവരും പറഞ്ഞിരുന്നത് ഇംഗ്ലണ്ട് അർജന്റീന കളിക്ക് ഫാക്ലാൻഡ് യുദ്ധവുമായി യാതൊരു ബന്ധവും ഇല്ലെന്നാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും ഉള്ളിൽ അതൊരു യുദ്ധമായി തന്നെയാണ് കണ്ടത്. ഇംഗ്ലീഷ് കളിക്കാരോടുള്ള വിരോധമൊന്നും ആയിരുന്നില്ല അതിന് കാരണം. അത് ഫാക്ലാൻഡിൽ ഞങ്ങളുടെ അമ്മമാർക്ക് ഒഴുക്കേണ്ടി വന്ന കണ്ണീരിനുള്ള മറുപടിയായിരുന്നു. ആ ദ്വീപുകളിൽ കൊല്ലപ്പെട്ട അർജന്റീനക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നു ആ വിജയം എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും ആ ഒരൊറ്റ ഫുട്ബോൾ മത്സരത്തോടെ യുദ്ധം തോറ്റ അർജന്റീനൻ ജനതയുടെ വലിയൊരു മുറിവിന് ശമനമുണ്ടായി എന്ന് പറയാം. യുദ്ധഭൂമിയിലെ തോൽവിക്ക് കളിക്കളത്തിൽ അർജന്റീനയുടെ പകരം വീട്ടൽ. ചുരുക്കിയാൽ 1982 ദക്ഷിണ അറ്റ്ലാന്റിക്കിലെ ഫാക്ലാൻഡ് ദ്വീപിൽ വെടിയുണ്ടകളോടെ തുടങ്ങിയ ആ ചരിത്രം 1986 മെക്സിക്കോയിലെ ഫുട്ബോൾ മൈതാനത്ത് ഡീഗോ മറഡോണയുടെ കാലുകളിൽ എഴുതപ്പെട്ട കാവ്യനീതിയിലൂടെ പൂർണ്ണമായി എന്ന് പറയാം.